ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു i20 2016 മോഡൽ വാഹനമാണ്. ആസ്റ്റയാണ് വേരിയന്റ്. ഇത് ഡീസലില് 99,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇതിന്റെ ഇന്റീരിയർ ഭാഗമൊക്കെ ഗുഡ് കണ്ടീഷൻ ആണ്. ഈ വാഹനത്തിന് ലോണൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കൂടെ നമുക്ക് കാണാം. വീഡിയോക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം എന്ന് പറയുകയാണെങ്കിൽ ഹുണ്ടായുടെ i20 2016 ആസ്റ്റ വേരിയന്റിലുള്ള ഒരു ഡീസൽ വാഹനമാണ്. ഡീസലില് 97,500 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ് ഈ വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിന്റെ കണ്ടീഷൻ പറയുകയാണെങ്കിൽ തന്നെ നല്ല ഗുഡ് കണ്ടീഷനാണ്. ഒരു ഷോറൂം നിലവാരത്തിലുള്ള ഒരു വാഹനം തന്നെയാണിത്. എവിടെയും തന്നെ ഒരു സ്ക്രാച്ച് അതുപോലെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു റീപ്ലേസ്മെന്റും വന്നിട്ടില്ല. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ നിലവിൽ ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന്റെ ഇന്റീരിയർ ഭാഗം ഒന്ന് നമുക്ക് നോക്കാം. ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് ബ്ലാക്ക് കളറിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി കമ്പനി തരുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഒക്കെ പക്ക കൂളിങ്ങിലാണ് ഉള്ളത്. പിന്നെ ഫ്ലോറിലായാലും നല്ല ഫ്ലോർ മാറ്റൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രീമിയം അടിപൊളിയുള്ള ലെതറിന്റെ സീറ്റ് കവറാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന്റെ എവിടെയും തന്നെ ഉപയോഗിച്ചതിൻ്റെതായിട്ടുള്ള കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇത്. ഇതിന്റെ പാസഞ്ചർ സൈഡ് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെയും ഇതേപോലെ നീറ്റ്നെസ് നമുക്ക് കാണാൻ കഴിയും. കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്ലോർ ആണെങ്കിലും അതുപോലെ തന്നെ സീറ്റ് കവറിന്റെ ബാക്ക് സൈഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ ഇഞ്ചിൻ റൂം ഒന്ന് നോക്കാം. ഇഞ്ചിൻ റൂം നോക്കുമ്പോൾ തന്നെ നമ്മൾ ആ അപ്രൈസറിൽ കാര്യങ്ങളിലൊക്കെ കമ്പനി തരുന്ന പാസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഇഞ്ചിൻ റൂമിൽ എവിടെയും തന്നെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അടിപൊളി നല്ലൊരു ബാറ്ററി തന്നെയാണ് ഇതിനുള്ളത്. പിന്നെ എവിടെയും തന്നെ ഒരു പാച്ച് വർക്ക് കാര്യങ്ങളോ ഇഞ്ചിൻ റൂമിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് ഈ ഇഞ്ചിൻ റൂം കാണാൻ കഴിയുന്നത്. ഇതിന്റെ ഡിക്കിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഡിക്കിയാണ് ഇതിനുള്ളത്. അത് ഡിക്കിന്റെ സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള ഒരു വാഹനം തന്നെയാണിത്. പിന്നെ ഇതിന്റെ ടയറിലിരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ആ കമ്പനി തരുന്ന പെയിന്റ് ഒക്കെ അതുപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഒരു സ്റ്റെപ്പിന് ടയറൊക്കെ ഒരു 50% മേളിൽ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ റൂഫായാലും നല്ല വൃത്തിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഗുഡ് കണ്ടീഷൻ ആണ്. നമുക്ക് ഈ ടയർ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു ആവറേജ് 80% ടയർ വരുന്നുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റുകളാണെങ്കിൽ തന്നെ നല്ല ഗ്ലേസിംഗ് കൂടിയിട്ട് തന്നെ കാണാൻ കഴിയുന്നു. ഫ്രണ്ടേജ് ഭാഗം എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ല. നല്ല അലോയ് വീലൊക്കെ ഉള്ള 4 ടയറുകളാണ് ഉള്ളത്. അതിന്റെ ഇന്റീരിയലായാലും പുറമുടിയിലായാലും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയ ഒരു ഷോറൂം കണ്ടീഷൻ വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 5,90,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ വാഹനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക, അവരുമായിട്ട് ബന്ധപ്പെടുക, കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് കരിങ്കലത്താണി ആണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് പ്രീമിയം കാറുകളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിലോ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.